ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഇനി കാത്തിരിക്കുന്ന പ്രധാന ടൂർണമെന്റ് ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റാണ്. നിലവിലെ സ്വർണ്ണ മെഡൽ ജേതാക്കളായ ഇന്ത്യ ഇത്തവണയും മെഡൽ നിലനിർത്താൻ ഏറ്റവും മികച്ച താരനിരയെ പ്രഖ്യാപിച്ചാണ് ഇറങ്ങാൻ പോകുന്നത്. ബാറ്റിംഗിലും ബൌളിംഗിലും പ്രധാന താരങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിയാണ് ഇന്ത്യ ഏഷ്യൻ ഗെയിംസിനായുള്ള ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരിക്കിനെ തുടർന്ന് ചില മാറ്റങ്ങൾ ഇന്ത്യയുടെ ഏഷ്യൻ ഗെയിംസ് ടീമിലും ഉണ്ടാകും. എങ്കിലും തകർപ്പൻ താരനിരയെ അവകാശപ്പെടാൻ ഇന്ത്യക്കാകും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് മുന്നിലുള്ള പ്രധാന ആശയക്കുഴപ്പം ഓപ്പണർ റോളിനെ ചൊല്ലിയാണ്. 3 താരങ്ങളാണ് ഓപ്പണർ റോളിൽ ഉള്ളത്. ഓപ്പണർ റോളിൽ സീറ്റിനായി മത്സരിക്കുന്നതും അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, വൈഭവ് സൂര്യവംശി എന്നിവരാണ് ഓപ്പണർമാരായിട്ട് ഉള്ളത്. ഇതിൽ അഭിഷേക് ശർമ്മയെ ഇന്ത്യ ഓപ്പണർ റോളിൽ നിന്ന് മാറ്റി നിർത്താൻ സാധ്യതയില്ല. സഞ്ജു സാംസണും വൈഭവ് സൂര്യവംശിയും തമ്മിലാണ് ഓപ്പണർ റോളിനായി മത്സരിക്കുന്നത്. വളരെയധികം കഠിന രീതിയിൽ തന്നെയായിരിക്കും മത്സരം ഉണ്ടാവുക. മത്സരിക്കുന്ന രീതി തന്നെ വളരെ വ്യത്യാസമുള്ളതായിരിക്കും. വൈഭവ് സൂര്യവംശി സഞ്ജുവിനെ മറികടന്ന് ഓപ്പണർ ആകുമെന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യൻ ടീം മാനേജ്മെന്റ് വൈഭവിനെ ഓപ്പണറാക്കി സഞ്ജുവിനെ ബെഞ്ചിലിരുത്താൻ താൽപര്യം കാട്ടുന്നു. എന്നാൽ ഇത് തിരിച്ചടിയായി മാറാനുള്ള സാധ്യതകളാണ് കൂടുതലും ഉള്ളത്. ഇത് പറയാൻ ചില കാരണങ്ങളുണ്ട്. ഇത് എന്തൊക്കെയാണെന്നും നമ്മൾ അറിയേണ്ടതായി ഉണ്ട്. വൈഭവ് സൂര്യവംശി ഷോർട്ട് ബോൾ കെണിയിൽപ്പെട്ട വിക്കറ്റ് കീഴ്പ്പെടുത്താനും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനും ഏറ്റവും കൂടുതലാകുന്നുണ്ട്. തിരിച്ചടിയായി മാറാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. ഇത് പറയാൻ ചില കാരണങ്ങളുമുണ്ട്. ഇതെന്തൊക്കെയാണെന്നും പരിശോധിക്കുന്നുണ്ട്. യുവതാരത്തെ ബാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വൈഭവിനെ വിശ്വസിക്കാവുന്ന താരമാണെന്നും പറയാനാകില്ല. രണ്ടാമത്തെ കാര്യം, കടന്നാക്രമിച്ച് കളിക്കുമെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കാവുന്ന പക്വതയിലേക്ക് യുവതാരം എത്തിയിട്ടില്ല. 15കാരനായ താരത്തിന് പ്രായത്തിൻ്റെതായ പക്വതക്കുറവുണ്ട്. അനുഭവസമ്പത്തും കുറവുള്ള വൈഭവിനെ ഏഷ്യൻ ഗെയിംസ് ഓപ്പണറാക്കാതിരിക്കുന്നതാണ് നല്ലത്. വലിയ മത്സരങ്ങൾ കളിക്കാനുള്ള പക്വതയിലേക്ക് താരം എത്തേണ്ടിയിരിക്കുന്നു. സഞ്ജു സാംസൺ ഇതിനോടകം മികവ് തെളിയിച്ച ഓപ്പണറാണ്. 2026 T20 ലോകകപ്പ് കിരീടം ഇന്ത്യയുടെ അലമാരയിൽ എത്തിക്കുന്നതിൽ ഏറ്റവും നിർണായക പ്രകടനം നടത്തിയ താരം കൂടിയാണ് സഞ്ജു. വലിയ മത്സരങ്ങൾ എങ്ങനെ കളിക്കണമെന്ന് സഞ്ജുവിന് നന്നായി അറിയാം. എന്നാൽ വൈഭവിന് ഇത്തരം ഒരു അനുഭവ സമ്പത്തിന് അഭാവമുണ്ട്. നിലവിൽ തിരക്കിട്ട വൈഭവിനെ ഓപ്പണറാക്കിയാൽ അത് ടീമിനെ പ്രതികൂലമായി ബാധിക്കും. വൈഭവ് സൂര്യവംശിയും അഭിഷേക് ശർമ്മയും ഒരേ ശൈലിയിൽ കളിക്കുന്നവരാണ്. ഇവർ ഒന്നിച്ച് ഓപ്പണിംഗിൽ ഇറങ്ങുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെയുള്ളത് കൊണ്ട് സഞ്ജു സാംസൺ എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയില്ല. കണക്കുകളെല്ലാം വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. സഞ്ജു സാംസൺ ഓപ്പണറാക്കി മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കുന്നു. വളരെയധികം ശ്രദ്ധാലുവായി കളിച്ചാൽ മാത്രമേ സഞ്ജുവിനെ വേണ്ടയിടത്ത് തന്നെയാണ് ഏറ്റവും കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നത്. ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്നതും വളരെയധികം മനസ്സിലാക്കാൻ സാധിക്കുന്നു.